നല്ല വചനം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 16 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 13 വേഴ്സ് നമ്പേഴ്സ് 16 until 19. മാത്യു ചാപ്റ്റർ 13 അതിൻ്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: But blessed are your eyes because they see, and your ears because they hear. I tell you the truth, many prophets and righteous people long to see what you see, but they didn't see it, and they long to hear what you hear, but they didn't hear it. അതിൻ്റെ 16-17 വാക്യങ്ങൾ. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ട് നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ആമേൻ, സ്തോത്രം. നമ്മുടെ കണ്ണും കൊണ്ട് കാണുന്നത് എന്നുവെച്ചാൽ ഈ കണ്ണ് കാണുന്നത് നമ്മുടെ ഫിസിക്കൽ ഐസ് അല്ല, പക്ഷേ നമ്മുടെ സ്പിരിച്വൽ ഐസ് ഉണ്ടോ വെച്ചാൽ നിങ്ങളുടെ ആത്മകണ്ണ്. കണ്ണ് പുറമേയുള്ള കണ്ണ് കാണുന്നതല്ല, പക്ഷേ ആത്മകണ്ണിന് കാഴ്ച ലഭിച്ചവർ, കാതുകൾ ആത്മീയ കാതുകൾക്ക് കേൾവി ലഭിച്ചവർ. അപ്പം ദൈവവചനം ഇവിടെ പറയുമ്പം യേശു കർത്താവ് പറയുന്നു, നിങ്ങളുടെ കണ്ണ് മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ കാണുന്നു. ഹല്ലേലൂയ. ദർശനങ്ങൾ, ദൈവം ഏൽപ്പിക്കുന്ന വിഷൻസ് ഒക്കെ കാണുന്നു. സ്തോത്രം. ആ ഒരു സ്പിരിച്വൽ തലത്തിൽ പല അറിവ് ലഭിക്കുന്നവർ, അവരുടെ കാതുകൾ പുറമേയുള്ള ശബ്ദങ്ങളല്ല, പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം, സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, ഇന്ന് പറയണം, കർത്താവേ, എൻ്റെ ആത്മകണ്ണും എൻ്റെ ആത്മകാതും ഒന്ന് തുറന്നു തരണം. സ്തോത്രം. ദൈവശബ്ദം കേൾക്കുവാനും വിഷൻസ് കാണുവാനും ദർശനങ്ങൾ ലഭിക്കുവാനും കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ ഉൾക്കണ്ണൊന്ന് തുറന്നു തരണം, എൻ്റെ സ്പിരിച്വൽ ഐസ്, എൻ്റെ സ്പിരിച്വൽ ഇയേഴ്സ് ഒന്ന് തുറന്നു തരണം. സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ശബ്ദം കേൾക്കുന്നവർ എൻ്റെ ആടുകൾ. ഹല്ലേലൂയ. അവരെന്നെ അനുഗമിക്കും. അപ്പം ഈ ലോകത്തുള്ള ശബ്ദങ്ങളുടെ ഇടയിൽ യേശു കർത്താവിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ, യേശു കർത്താവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മളുടെ ആത്മീയ കാതുകൾ തുറന്നതായിരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് വചനം അവിടെ മത്തായി സുവിശേഷം 13-നകത്ത് 16-17 അവിടെ പറഞ്ഞ് യേശു കർത്താവ് പറയുക, നിങ്ങൾ ഭാഗ്യമുള്ളവർ. മറ്റുള്ളവർ ഇതിങ്ങനെ കേൾക്കാനും കാണാനും ആഗ്രഹിച്ചു, പക്ഷേ അവർക്ക് കേൾക്കാനും കാണാനും പറ്റിയില്ല. ഇന്ന് പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന ആ ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് അവർക്ക് പോലും കാണാൻ പറ്റാതെ പോയത് അല്ല, നീതിമാന്മാർക്കും പ്രവാചകന്മാർക്കും കാണാനും കേൾക്കാനും പറ്റാതെ പോയത് ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. നമ്മൾ കർത്താവുമായിട്ട് ആ ബന്ധത്തിൽ നമ്മൾ അടുക്കും തോറും, ഹല്ലേലൂയ, ദൈവവചനം നമ്മൾ പഠിക്കും തോറും, ദൈവവചനത്തിൽ നിന്ന് വെളിപാടുണ്ടാകും തോറും നമ്മുടെ ആത്മീയ കാതുകളും കണ്ണുകളും തുറന്നിരിക്കും. എന്നിട്ട് 18 തൊട്ട് യേശു കർത്താവ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുക, ഒരു ഉപമ പറയുക, ഒരു പാരബിൾ പറയുക. പാരബിൾ പറയുമ്പം ഒരു ഫാമർ, ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞിട്ട് പറയുക. സ്തോത്രം. അതിനകത്തെ 19-ാമത്തെ വാക്യം: The seed that fell on the footpath represents those who hear the message about the kingdom and don't understand it. Then the evil one comes and snatches away the seed that was planted in their hearts. 19-ാം വാക്യം: ഒരുവൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. ആമേൻ. സ്തോത്രം. അപ്പം ഹൃദയത്തിൽ വന്നത് അത് ഗ്രഹിക്കണം. ഇതെന്ന് പറഞ്ഞ് ഗ്രഹിക്കണം. അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന വചനം, നമ്മൾ അത് കേട്ടു, അത് കേട്ടിട്ട് ഹൃദയത്തിനകത്ത് വന്നു. ഹൃദയത്തിനകത്ത് വന്നാൽ പോരാ, അത് ആത്മാവിനകത്ത് കയറണം. സ്തോത്രം. ഹൃദയത്തിനകത്ത് വന്നാൽ നമ്മൾ കാണാപ്പാഠം പഠിച്ചു, നമ്മുടെ ഹൃദയത്തിനകത്ത് വെച്ചു, അതല്ല. ഹൃദയത്തിനകത്തുനിന്ന് അത് ആത്മാവിൽ കയറുമ്പോഴാണ് അത് വെളിപാടായിത്തീരുന്നത്. ദൈവവചനം നമ്മൾ കേട്ടത് നമ്മുടെ ഹൃദയത്തിനകത്ത് കാണാതെ പഠിച്ചതോ വായിച്ചതോ ഇരുന്നിട്ട് അത് നമ്മളുടെ ആത്മാവിനകത്തേക്ക് കയറി ചെന്ന് വെളിപാടായി തീർന്നാൽ മാത്രമേ
പിശാചിന് കട്ടെടുത്തുകൊണ്ട് പോകാതെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. വചനം പറയുന്നു, ചിലവർ വചനം കേൾക്കുന്നു, അത് കേട്ടത് അവരുടെ ഹൃദയത്തിനകത്തുണ്ട്, അവരുടെ ഹൃദയത്തിനകത്ത് അവർ ഗ്രഹിക്കാതെ പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അതവരുടെ ആത്മാവിൻ്റെ ഭാഗമാകാതെ പോകുന്നത് കാരണം, ആത്മകാതുകൾ തുറന്നു വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആത്മീയ കണ്ണ് തുറന്നു വരാത്തത് കൊണ്ട്, ഓ ഇതാണ് വചനം, ഇങ്ങനെയാണ് ഇത് എന്ന് ആ വചനം എഴുന്നേറ്റ് നിന്ന് അവരുടെ ഉള്ളറകളോട് സംസാരിക്കാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു? പിശാചിതിനെ കോട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. ഹല്ലേലൂയ. ചിലപ്പം വചനം കാണാപ്പാഠം പഠിച്ചേക്കാം, കാണാതെ ഇരുന്ന് പഠിച്ചേക്കാം, ഒരു കാര്യവുമില്ല. ഈ വചനം കാണാതെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ വചനം ധ്യാനിക്കണം, ഈ വചനം ഭക്ഷിക്കണം, വചനം അതിനെ തിന്നണം, അതിനെ രുചിക്കണം. ഹല്ലേലൂയ. എന്തിനെ? ആത്മാവിനകത്തേക്ക് അത് കയറി ചെന്നിട്ട് അത് ക്രിയ ചെയ്തിട്ട്, സ്തോത്രം, ആത്മാവിനകത്ത് അത് വെളിപാടായി പൊങ്ങി വരണം. ഹല്ലേലൂയ. ഈ ആത്മാവിനകത്ത് വെളിപാടായി പൊങ്ങി വന്നില്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പിശാചിന് മനുഷ്യരുടെ ചിന്തകളെ കൈകാര്യം ചെയ്യാനറിയാം. പിശാചിന് എങ്ങനെയാ ചിന്തകൾക്കകത്ത് പലതും കേൾക്കും, വചനം കേൾക്കുമ്പോൾ ബുദ്ധിയും കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യും. അവർ പറയും, ഓ സാഹചര്യം ഇങ്ങനെയാ, ഇത് ഈ പറഞ്ഞത് എങ്ങനെ നടക്കും? ദൈവം പറയുന്നു, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. വചനം അങ്ങനെ പറയുന്നു. പക്ഷേ അതുപോലെ പറയുന്നു, നിൻ്റെ നന്മകൾ നിൻ്റെ തലമുറയ്ക്കകത്തേക്ക് നിൻ്റെ നന്മകൾ ചെല്ലും, നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കും. ഇതൊക്കെ വചനം പറയുന്നുണ്ട്. ശരി, പക്ഷേ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, പിന്നെ എൻ്റെ തലമുറയ്ക്ക് എന്ത് കിട്ടാനാ? എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എവിടെ നിന്നൊന്ന് ഉയർച്ച പ്രാപിക്കാനാ? എനിക്ക് പഠിത്തമില്ലല്ലോ, എനിക്ക് അതില്ലല്ലോ, ജോലിയില്ലല്ലോ, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ഉയർച്ച പ്രാപിക്കും? കണ്ടോ ചിന്തകൾ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ചുറ്റിനും നടക്കുമ്പം ചിന്തകൾക്കകത്തേക്ക് പിശാച് കയറിയിട്ട് ആ കേട്ട വചനത്തിനെ കൂട്ടിക്കളയും. ആ കേട്ട വചനം എന്ന് വെച്ചാൽ അത് ഹൃദയത്തിനകത്ത് കിടക്കുന്നതേ ഉള്ളൂ, അതിനെ അങ്ങ് കൂട്ടി മാറ്റിക്കളയും. പക്ഷേ ഇത് ആത്മാവിനകത്ത് കയറി ചെന്നാൽ പിന്നെ ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ആത്മാവും ഒന്നായി ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തെ രഹസ്യങ്ങളും മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത്, മനുഷ്യൻ്റെ ആത്മാവിനകത്ത് ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് ഈ വചനം അവിടെ കയറി ചെന്നിട്ട് ക്രിയ ചെയ്യും. സ്തോത്രം. ആത്മാവിൽ കയറി പിടിക്കുന്ന വചനമോ അത് നിഷ്ഫലമായി പോകത്തില്ല. അതുകൊണ്ട് 23-ാം വാക്യം വരുമ്പം, മത്തായി 13:23 വരുമ്പം യേശു കർത്താവ് ഇങ്ങനെ പറയുന്നത്, സീഡ് ദാറ്റ് ഫെൽ ഓൺ ഗുഡ് സോയിൽ. ആ ഗുഡ് സോയിൽ അല്ലെങ്കിൽ റോക്കി സോയിൽ, അതെല്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിനെ കുറിച്ചാണ് പറയുന്നത്. 19-ാം വാക്യത്തിനകത്ത് ഫുട്പാത്ത്, അതൊരു അല്ലെങ്കിൽ വഴിയരിക്, അതൊരു മനുഷ്യൻ്റെ ഹൃദയമാണ്. 23-ാം വാക്യം നല്ല മണ്ണ് ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ്. അപ്പം ഹൃദയങ്ങൾ നല്ല മണ്ണായിരിക്കാം, വഴിയരികായിരിക്കാം, പലതുമായിരിക്കാം. അപ്പം 23-ാം വാക്യം പറയുന്നു, ദ സീഡ് ദാറ്റ് ഫെൽ ഓൺ ഗുഡ് സോയിൽ റെപ്രസെൻറ്റ്സ് ദോസ് ഹു ട്രൂലി ഹിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് വേർഡ്. കണ്ടോ, ദൈവവചനം കേട്ട് അത് ഗ്രഹിച്ചു. ഹല്ലേലൂയ. അത് ഗ്രഹിക്കണം എന്നുവെച്ചാൽ കേട്ട വചനം ഒറ്റ വരിയായിരിക്കാം. ആ ഒറ്റ വരിയും കൊണ്ട് രാവിലെയും വൈകിട്ടും ഇരുന്ന് അതെങ്ങനെ ചെയ്യണം? ബൈബിളിൻ്റെ മുമ്പിൽ ഇരിക്കുക മാത്രമല്ല, ഈ വചനം ഹൃദയത്തിനകത്തിട്ടിട്ട് ഇതിനെ തിരിച്ചും മറിച്ചും ചിന്തിക്കണം. ഇതിനെ ഇങ്ങനെ, കർത്താവിൻ്റെ ആ വചനം ഞാനിന്ന് രാവിലെ കേട്ടു, ഇങ്ങനെ ഞാൻ കേട്ടു, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഈ വചനം ഞാൻ കേട്ടത് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് എവിടൊക്കെ കൊണ്ട് എനിക്കിതിടാൻ പറ്റും? ഇത് ബൈബിളിനകത്ത് ഇതിങ്ങനെ പറയുന്നല്ലോ, ഇത് ആത്മാവ് എന്നോട് എന്താണ് സംസാരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കും തോറും ഇത് വേര് പിടിച്ച് ആത്മാവിനകത്തേക്ക് കയറും. ഇത് ആത്മാവിനകത്തേക്ക് കയറിയിട്ട് നമ്മുടെ എല്ലിൻ്റെയും നമ്മുടെ സംസാരത്തിൻ്റെയും നമ്മുടെ ചിന്തകളുടെയും നമ്മുടെ കൊടുക്കൽ വാങ്ങലുടെയും ഒക്കെ ഭാഗമായി തീരും. സ്തോത്രം. ഇത് ഭാഗമായി തീർന്ന് കുറേ കഴിയുമ്പം ഇത് വെളിപാടായി തീരും. ഹല്ലേലൂയ. ഇതിനകത്തുനിന്ന് ചിലപ്പോൾ ഇതിങ്ങനെയാണല്ലോ കർത്താവ് ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഈ സാഹചര്യത്തിനകത്തും എനിക്കിത് കൊണ്ടിടാൻ പറ്റുമല്ലോ. ഇതിനെ ഒരു വെളിപാടായി തീരുമ്പം, ഹല്ലേലൂയ, ഇതിന് സ്തോത്രം. തിരുവചനം അവിടെ പറയുന്നു, അവർ കേൾക്കുക മാത്രമല്ല, പക്ഷെ അവർ ദൈവവചനം ഗ്രഹിച്ചിട്ട് ഇവരുടെ അകത്തുനിന്ന് ഫലം കായ്ക്കാൻ തുടങ്ങും. അവരെങ്ങനെ ഫലം കായ്ക്കും? 30 മേനി, 60 മേനി, 100 മേനി നട്ടതിനെക്കാട്ടിലും ഫലം കായ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ആത്മാവിൽ കയറാത്ത വചനം
അത് വെളിപാടാകത്തില്ല. ആത്മാവിൽ ഇന്ന് പറഞ്ഞേ, എൻ്റെ ആത്മാവിനകത്ത് വചനം കയറണം. ആത്മാവിനകത്ത് വചനം കയറിയാൽ ശത്രുവിനത് തട്ടിയെടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. അത് ആത്മാവിനകത്ത് വേര് പിടിക്കും. വേര് പിടിച്ചാൽ സ്തോത്രം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരും. ശത്രു ഉപദ്രവിച്ചാലും ശത്രു യുദ്ധത്തിന് വന്നാൽ എന്ത് സംഭവിക്കും? ഈ ആത്മാവിനകത്തുനിന്ന് വചനം പൊങ്ങി വരും. എന്നുവെച്ചാൽ ശത്രുവിൻ്റെ പദ്ധതികൾ ജഡീകം ആയിട്ടല്ല, അല്ലേ? ശത്രു ആത്മീയ മണ്ഡലത്തിലാണ്. അതാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് നമ്മുടെ യുദ്ധം ആത്മീയ തലത്തിലാണ്. നമ്മളുടെ യുദ്ധം ജഡരക്തങ്ങളോടല്ല, മനുഷ്യ മാംസങ്ങളോടും ഒന്നുമല്ല. പക്ഷെ നമ്മുടെ യുദ്ധം കാണാത്ത മേഖലയിലുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെയാണ്. അപ്പം ഈ വാഴ്ചകളും അധികാരങ്ങളും ഒന്നും ജഡത്തിലല്ല, ഇതെല്ലാം സഞ്ചരിക്കുന്ന ആത്മാവിലാണ്. ഈ ആത്മാവിൽ യുദ്ധം ചെയ്യണമെങ്കിൽ ആത്മാവിന് മാത്രമേ പറ്റത്തുള്ളൂ. സ്തോത്രം. എൻ്റെ നേരെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നേരെ യുദ്ധം ചെയ്തുകൊണ്ട് വരുന്ന ആത്മീയ മണ്ഡലം അതിൻ്റെ നേരെ കയ്യും കാലും കണ്ണും കൊണ്ടൊക്കെ പോയാലൊന്നും നടക്കത്തില്ല. ആത്മാവിൻ്റെ യുദ്ധം ആത്മാവും കൊണ്ട് തന്നെ നേരിടണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ആത്മീയ യുദ്ധം വരുമ്പോൾ സ്തോത്രം, ആത്മാവിനകത്ത് വേര് പിടിച്ച വചനം പൊങ്ങി വന്നിട്ട് സ്തോത്രം, അതപ്പം പൊങ്ങി വന്നിട്ട് ഹൃദയത്തിനകത്തേക്ക് വന്നിട്ട് വായിക്കകത്തൂടെ അത് പുറത്തു വരും. അതാ ചില സാഹചര്യങ്ങൾക്കകത്തിരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്കിതിനകത്ത് വിടുതൽ വേണം, എനിക്കിതിനകത്തുനിന്നൊരു മറുപടി വേണം എന്ന് പറയുമ്പം എവിടോ വായിച്ച വചനം അത് ഉള്ളിൽ കയറി കിടന്ന് ക്രിയ ചെയ്തതാ, അതിങ്ങ് പൊങ്ങി വരും. അല്ലെങ്കിൽ കർത്താവ് ചിലപ്പോൾ ആ ഒരു ആഴ്ചക്കാലത്തിൽ ഒരു വചനം ഉള്ളിനകത്ത് ഇട്ടു തന്നു കാണും. ഈ വചനം ഇങ്ങനെ എപ്പോഴും ഇരുന്ന് ചിന്തിച്ചതായിരിക്കും. ഒരു പ്രശ്നം വരുമ്പം ഈ വചനം അകത്തൂന്ന്, ഉള്ളറകൾക്കകത്തൂന്ന് പൊങ്ങി വന്ന് കണ്ടോ, അത് വെളിപാടായിത്തീർന്നു. ആ വചനത്തിന് ശക്തിയുണ്ട്. സ്തോത്രം. അങ്ങനെ ആത്മാവിനകത്തുനിന്ന് പൊങ്ങി വന്ന വചനത്തിന് യുദ്ധം ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അതൊരു ആയുധമായി തീരുക ചെയ്യുന്നത്. സ്തോത്രം. എഫെസ്യരുടെ ലേഖനം, ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസ്യരുടെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം വന്നപ്പം, എഫെഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 17 വന്നപ്പം പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനാ പ്രാർത്ഥിക്കുന്നേ? നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കാൻ. ആ വാക്യം നമുക്ക് വായിക്കാം. 1:17. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നത്. അവന്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്ന്. അപ്പം ലോകം പറയുന്നതല്ല എൻ്റെ വിളി, ലോകം പറയുന്നതല്ല എനിക്ക് നടക്കാൻ പോകുന്നത്. അവൻ്റെ വിളിക്കകത്ത് എനിക്ക് പ്രത്യാശ നൽകിയിട്ടുണ്ട്. അപ്പം ദൈവവചനം എൻ്റെ ഉള്ളറകൾക്കകത്ത് കയറി ചെന്ന്, എൻ്റെ ആത്മാവിനകത്ത് കയറി ചെന്ന് എനിക്ക് ഡയറക്ഷൻ തരും. സ്തോത്രം. എൻ്റെ ഹൃദയദൃഷ്ടിയെ തന്നെ മാറ്റും. സ്തോത്രം. ഞാൻ ചിന്തിക്കുന്ന, ലോകക്കാർ ചിന്തിക്കുന്ന പോലെ എനിക്ക് പിന്നെ ചിന്തിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവം ചിന്തിക്കുന്നത് പോലെ എനിക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒന്നുകൂടെ ഒന്ന് വായിച്ച് 17-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ. അതിൻ്റെ 18-ാം വാക്യം. I pray that your hearts will be flooded with light so that you can understand the confident hope he has given to those he called, his holy people who are his rich and glorious inheritance. കണ്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഹൃദയം പ്രകാശിക്കുവാൻ, വെളിച്ചം കൊണ്ട് പ്രകാശിക്കുവാൻ. എന്തിനാ? നിങ്ങളുടെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, നിങ്ങളുടെ വിളിയാൽ ഉള്ള ആശയം ഇത്. സ്തോത്രം. നിങ്ങൾക്ക് ആ കോൺഫിഡൻറ്റ് ഹോപ്പ്, എന്ത് വന്നാലും ഏത് വന്നാലും എനിക്ക് ധൈര്യമുണ്ട്. സ്തോത്രം. ഇന്ന് ആഗ്രഹിക്കേണ്ടത് എൻ്റെ ആത്മാവിനകത്ത് ഞാൻ കേൾക്കുന്ന വചനം, ഞാൻ വായിക്കുന്ന വചനം, ഞാൻ പറയുന്ന വചനം എൻ്റെ ആത്മാവിനകത്ത് കയറി ചെല്ലണം. ആത്മാവിനകത്ത് കയറി ചെന്നില്ലെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കത്തില്ല, ഹൃദയം, എൻ്റെ കാഴ്ചപ്പാട് പ്രകാശിക്കത്തില്ല. എൻ്റെ ആത്മാവിനകത്ത് വചനം കയറി ചെന്നാലേ എൻ്റെ കണ്ണിന് മറ്റുള്ളവർക്ക് കാണാത്ത കാര്യങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ. എൻ്റെ കാതുകൾക്ക് മറ്റുള്ള
മറ്റുള്ളവർ കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് ഞാൻ വായിക്കുന്ന വചനം എൻ്റെ വായിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിനകത്തുനിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനകത്ത് കയറിയാലേ അതിന് വേര് പിടിച്ചിട്ട് ഫലം കായ്ക്കാൻ സാധിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കാണാപ്പാഠം വചനം വായിച്ച് പഠിച്ചത് കൊണ്ടല്ല, കുറേ വചനം കാണാതെ പറഞ്ഞതുകൊണ്ടല്ല, ആത്മാവാണ് അതിൻ്റെ വെളിപാടിലേക്ക് കൊണ്ടിരുന്നത്. ഇന്നൊന്ന് പറയണം, എനിക്ക് വെളിപാട് വേണം. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ എനിക്ക് വചനത്തിൻ്റെ വെളിപാട് വേണം. സ്തോത്രം. എനിക്ക് ഈ ജീവിതം ഐശ്വര്യത്തോടെ, അനുഗ്രഹത്തോടെ, ഉയർച്ചയോടെ, എന്നെ വിളിച്ചിരിക്കുന്ന വിളി ഇന്നതെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞ് എനിക്ക് ഒരു ജയാളിയായി ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവേ എനിക്ക് വചനത്തിൻ്റെ വെളിപാട് കിട്ടണം. സ്തോത്രം. ഹല്ലേലൂയ. വചന വെളിപാട് ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ജയിച്ച് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. വഴിയഴികത്ത് വീണ് വിത്ത് പോലെയല്ല. പക്ഷേ സ്തോത്രം 23-ാം വാക്യം പറയുന്നത്, മത്തായി 13:23 പറയുന്നത്, നല്ല മണ്ണിൽ വീണ് ആ വചനം കേട്ട് അത് ഗ്രഹിച്ച് സ്തോത്രം 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവർ ആയിത്തീരുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്തോത്രം. ആ വചനഭാഗങ്ങൾ തുടങ്ങുമ്പോൾ മത്തായി 13:11 ഇതിനകത്ത് യേശു കർത്താവ് പറയുന്നു, ശിഷ്യന്മാരോട് പറയുക, യു ആർ പെർമിറ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സീക്രറ്റ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ ബട്ട് അതേഴ്സ് ആർ നോട്ട്. കണ്ടോ, നിങ്ങൾക്ക് ദൈവരാജ്യത്തിനകത്തുള്ള രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് അവകാശം തന്നിരിക്കുന്നു, മറ്റുള്ളവർക്കല്ല. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്വർഗരാജ്യത്തിനകത്തെ രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. സ്തോത്രം. ഇന്ന് വാഞ്ചിക്കണം, ഇന്ന് കർത്താവിനോട് ആഗ്രഹിക്കണം, കർത്താവെ എനിക്കും വെളിപാടും ദർശനങ്ങളും വേണം, എന്നോട് വചനം സംസാരിക്കണം. സ്തോത്രം. വചനം ഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ, വചനം ഉള്ളറകൾക്കകത്ത് കയറി ക്രിയ ചെയ്യണമെങ്കിൽ, ആത്മാവിൽ വചനം ഇടപെടണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇല്ലാതെ വചനം വെളിപാടായി തീരത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം. ഈ വചനം വായിക്കേണ്ടത് ജഡത്തിലല്ല വായിക്കേണ്ടത്, വചനം വായിക്കേണ്ടത് ആത്മാവിൽ വായിക്കണം. ഇന്ന് ഒരു തീരുമാനമെടുക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഞാൻ വചനം വായിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വചനം വായിച്ചാൽ അത് വെളിപാടായി തീരും. ഹല്ലേലൂയ. ഏറ്റവും നല്ല ടീച്ചർ പരിശുദ്ധാത്മാവ്. അതാ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞത്, അവൻ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പം അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. വചനം വായിക്കുമ്പോൾ വചനത്തിൻ്റെ സത്യവും പൊരുളും ഇതാണെന്നൊക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്നിരുന്ന് വചനം വായിച്ചാൽ വചനം വെളിപാടായി തീരും, വചനം വിടുതലായി തീരും, വചനം ആയുധമായി തീരും, വചനം 100 മേനി ഫലം പുറപ്പെടുവിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആഗ്രഹിക്കണം വചനം വെളിപാടായി തീരുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ കാണാതെ പഠിച്ച വചനം ഇരുന്ന് ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധാത്മാവായിട്ടിരുന്ന് ധ്യാനിക്കുമ്പോൾ, സ്തോത്രം, വചനം ആത്മാവിനകത്ത് കയറി അതിൻ്റെ വെളിപാട് കർത്താവ് തരും. ആ വചനത്തിൻ്റെ വെളിപാട് കിട്ടുമ്പോൾ അതെവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് ധ്യാനിച്ച് കർത്താവിനോട് പറയണം, കർത്താവെ ഇനിയും എനിക്ക് തരണം, ഇനിയും എനിക്ക് വചനത്തിൽ നിന്നുള്ള വെളിപാട് തരണം. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, യേശുവിൻ നാമത്തിൽ പ്രയോജനപ്പെടുത്തട്ടെ. ഹല്ലേലൂയ.